CMRL എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുരുക്കുമുറുക്കുന്നു. വീണ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിന്റെ വിവരങ്ങളും ഇതിന്റെ രേഖകളും വീണയുടെ ഡയറിയിൽ നിന്നും കണ്ടെടുത്തെന്ന് ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഓഗസ്റ്റ് 18-ന് കോഴിക്കോട്ടുള്ള 9 കേന്ദ്രങ്ങളിൽ ഇഡി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വീണയുടെ ഡയറി പരിശോധിച്ചതിൽ നിന്നും 20 കോടി രൂപയുടെ ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തനത് വരുമാനത്തേക്കാൾ ഉയർന്ന തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തലുണ്ട്. കൂടാതെ വീണ മറ്റൊരാളുടെ പേരെടുത്ത് വ്യാജ സിം കാർഡ് ഉപയോഗിച്ചിരുന്നതായും ഇഡി വ്യക്തമാക്കി. വൈഫൈ കണക്ഷൻ സുഗമമാക്കാനും ഇന്റർനെറ്റ് കോളുകൾ ചെയ്യാനുമാണ് ഈ സിം ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്നുണ്ട്. ഈ സിം കാർഡ് നൽകിയ വ്യക്തിയെയും നിലവിൽ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വലിയ വരുമാന മാർഗങ്ങളില്ലാത്ത വീണയുടെ അക്കൗണ്ടുകൾ വഴിയും ബന്ധപ്പെട്ട വഴികളിലൂടെയും വരുമാനത്തേക്കാൾ കൂടുതൽ തുകയുടെ കൈമാറ്റം നടന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹവാല വഴിയുള്ള പണമിടപാടുകളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും ഉപകരണങ്ങളും ഇഡി കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്നും യാതൊരു IT സേവനങ്ങളും നൽകാതെ എക്സാലോജിക് കമ്പനി 2.78 കോടി രൂപ കൈപ്പറ്റിയെന്ന കേസിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടികൾ. കേസിൽ വൻതോതിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും ഇഡി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വ്യക്തമായ വരുമാന സ്രോതസ്സുകളില്ലാതെ കോടികളുടെ ഇടപാടുകളാണ് നടന്നതെന്നും വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകാരുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് തുടർന്നതെന്നും ഇഡി കൂട്ടിച്ചേർത്തു. വീണ വിജയന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 18-നാണ് കോഴിക്കോട്ടെ 9 കേന്ദ്രങ്ങളിൽ ഇഡി വ്യാപക പരിശോധന നടത്തിയത്. വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടന്നത്. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം P. നിഖിൽ, DTPC മുൻ ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദലാൽ, വാരിഷ് കളത്തിങ്ങലിന്റെ ഉടമസ്ഥതയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, വീണയ്ക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിലാണ് പരിശോധനകൾ നടന്നത്. ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് നടത്തിയ കോർപ്പറേറ്റ് തട്ടിപ്പും കൈക്കൂലി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൊച്ചി മേഖലാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 18/8/2026 കോഴിക്കോട്ടെ 9 കേന്ദ്രങ്ങളിൽ പണം വെളുപ്പിക്കൽ തടയൽ നിയമം 2002 പ്രകാരം പരിശോധന നടത്തി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. കോർപ്പറേറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3/4/2025 SFIOയെ പ്രോസിക്യൂഷൻ പരാതി നൽകിയിരുന്നു. 15 വർഷ കാലയളവിൽ CMRL 152 കോടി രൂപ വ്യാജ ചെലവുകളായി കാണിക്കുകയും ഈ തുക വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകാൻ ഉപയോഗിക്കുകയും ചെയ്തതായും SFIO അന്വേഷണത്തിൽ വ്യക്തമാവുന്നുണ്ട്. കേരള മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾ ശ്രീമതി വീണയ്ക്ക് നൽകിയ പണവും ഇത്തരം വ്യാജ ചെലവുകളൊന്നായി കാണിച്ചിട്ടുണ്ട്. ശ്രീമതി വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം IT കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ CMRL നിന്നും ആകെ 2.78 കോടി രൂപ തട്ടിപ്പിലൂടെ കൈപ്പറ്റി. കൂടാതെ CMRL MD ശശിധരൻ കർത്ത നടത്തുന്ന എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കൃത്യസമയത്ത് തിരിച്ചടവ് നടത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടും എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പയായും നൽകി. SN ശശിധരൻ കർത്തായുടെ നേതൃത്വത്തിലുള്ള CMRL മാനേജ്മെന്റ് കുറ്റകൃത്യങ്ങളുടെ പണം സമ്പാദിക്കുകയും വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകുകയും ചെയ്തതായി മുൻ അന്വേഷണങ്ങളിൽ തെളിഞ്ഞിരുന്നു. യാതൊരു സേവനവും നൽകാതെ CMRLൽ നിന്നും പണം കൈപ്പറ്റിയ വ്യക്തികളിൽ ഒരാളാണ് ശ്രീമതി വീണയെന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ ദീർഘമായ ഒരു പത്രക്കുറിപ്പ് കൂടി എന്തായാലും ഇഡി പുറത്തിറക്കിയിട്ടുണ്ട്.